ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ദൂത് എന്ന ഈ ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ നിങ്ങളെല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളൊരു സ്വർഗസ്നായ പിതാവിൻ്റെ പ്രാർത്ഥന ചൊല്ലി കാഴ്ചവെക്കുന്നത് എല്ലാ ഭാര്യമാർക്കും വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് കുടുംബജീവിതം നയിക്കുന്നവരും ജീവിതത്തിലെ പ്രയാസങ്ങളെല്ലാം അനുഭവിച്ച് ആ കുടുംബത്തെ പരിപോഷിപ്പിക്കുവാനും കുടുംബത്തിന് വേണ്ടി രാപകൽ അധ്വാനിക്കുകയും ചെയ്യുന്ന എല്ലാ ഭാര്യമാർക്കും വേണ്ടി നമുക്കൊരു സ്വർഗസ്നായ പിതാവിൻ്റെ പ്രാർത്ഥനയില്ല. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമേനി സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഭാര്യ ഇതുപോലെ ആയിരിക്കും. 128 സങ്കീർത്തനം 3-ാം തിരുവചനം. നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി പോലെ ആയിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നല്ലൊരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തി, നല്ല വിശ്വാസമുള്ള ഒരു ദൈവഭക്തന് ദൈവം നൽകുന്ന ഏറ്റവും വലിയൊരു കൃപയാണ് നിന്റെ ഭാര്യ ഭവനത്തിൽ ഫലസമൃദ്ധിയായ മുന്തിരിവള്ളി പോലെയായിരിക്കും. ഈ ഒരു അഭിഷേകം കുടുംബത്തിൽ നിറയുവാൻ ദൈവഭക്തിയിലും വിശ്വാസത്തിലും ആഴപ്പെട്ട് കുടുംബജീവിതം നയിക്കുന്ന എല്ലാ ഭാര്യമാർക്കും, പ്രത്യേകിച്ച് ഈ ടോക്ക് കാണുന്ന എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.